ജീവിക്കാൻ അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന സമയത്താണ് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും രോഗികളായവരെയും സഹായിക്കാനുള്ള സന്മനസ് കാണിച്ചത്. അത് ഏറ്റവും ദൈവത്തിന് പുണ്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രസിഡന്റ്, ഇനി ഇവര് എല്ലാ മാസവും ചെയ്യാന്ന്. അതെ, എല്ലാ മാസവും അവര് മികച്ച ഈ പുണ്യപ്രവൃത്തി ചെയ്യാമെന്നാണ് പറയുന്നത്. വളരെ അഭിനന്ദനമാണ്. അതിന് എല്ലാ മാസവും അവർക്ക് ചെയ്യുവാനുള്ള കരുത്തും ഊർജവും ധനവും ലഭ്യമാകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പോലും നാടിന്റെ സങ്കടങ്ങൾ കണ്ടാൽ സ്വന്തം കാര്യം മറന്ന് ഓടിയെത്തുന്ന ഒരു കൂട്ടം നല്ല മനസ്സുള്ള മനുഷ്യരുണ്ട് നമുക്കൊപ്പം. പട്ടാഴിയിലെ നമ്മുടെ സ്വന്തം ഓട്ടോ തൊഴിലാളികൾ സ്വന്തം കുടുംബം പുലർത്താൻ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടുമ്പോഴും പട്ടാഴിയുടെ ഏത് ആപത്തിലും കാവലാളായി തണലായി ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവർ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇവരുടെ ഈ കരുതൽ. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ചികിത്സയ്ക്ക് വകയില്ലാതെ വിഷമിക്കുന്ന രോഗികളെയോ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയോ കഴിക്കാൻ ആഹാരമില്ലാതെ വലയുന്ന സാധു മനുഷ്യരെയോ കണ്ടാൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരുന്നു. അങ്ങനെ കാലങ്ങളായി ചെയ്തു പോന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായ ഒരു രൂപം നൽകാൻ വേണ്ടിയാണ് 2022 ഇവർ പട്ടാഴി പഞ്ചായത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് ട്രസ്റ്റ് എന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, വർഷത്തിലുടനീളം നാടിന്റെ തണലായി നിൽക്കുന്ന ഈ ഓട്ടോ സഹോദരങ്ങൾ വീണ്ടും ഒരു വലിയ നന്മയ്ക്കായി ഒത്തുകൂടി. മുൻപ് പട്ടാഴി കന്നിമേൽ വാർഡിൽ താമസിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ തലവൂർ ഗ്രാമപഞ്ചായത്തിൽ പാണ്ടിത്തിട്ടയിൽ താമസക്കാരനുമായ 16 വയസ്സുകാരൻ സഞ്ജീവിന്റെ നട്ടെല്ലിനെ ബാധിച്ച ക്യാൻസറും ആ കുടുംബത്തിന്റെ ദുരിതാവസ്ഥയും അറിഞ്ഞപ്പോൾ അവർ മടിച്ചില്ല. സ്വന്തം അധ്വാനത്തിൽ നിന്നും അതുപോലെ തന്നെ നാട്ടിലെ നല്ല മനസ്സുകളിൽ നിന്നും വലിയൊരു ചികിത്സാ സഹായത്തുക ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർ സമാഹരിച്ചു. ഒപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് പട്ടാഴിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികരായ അമ്മമാർ ഉൾപ്പെടെയുള്ള 3 നിർധന കുടുംബങ്ങൾക്ക് ആവശ്യമായ അരിയും പച്ചക്കറിയും ഭക്ഷ്യധാന്യങ്ങളും എത്തിച്ചു നൽകാനും അവർ മുന്നോട്ട് വന്നു. ഈ 2 വലിയ പുണ്യപ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും ഒരേ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശുഭകുമാരി ടീച്ചറാണ് നിർവഹിച്ചത്. മാർക്കറ്റ് വാർഡ് മെമ്പർ BS സുജാതയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് സാമ്പത്തിക സഹായധനം കൈമാറി. തുടർന്ന് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ആ ഭക്ഷ്യധാന്യങ്ങൾ ഓട്ടോ സഹോദരങ്ങൾ നേരിട്ട് ആ കുടുംബങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്തു. ചടങ്ങിൽ സംസാരിച്ച പ്രസിഡന്റ് ശുഭകുമാരി ടീച്ചർ നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഈ മാതൃകാപരമായ കൂട്ടായ്മയെയും കരുതലിനെയും നെഞ്ചു നിറഞ്ഞു അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഒപ്പം ഈ ഓട്ടോ തൊഴിലാളികൾക്കും ട്രസ്റ്റിനും അവർ ചെയ്യുന്ന ഇത്തരം എല്ലാവിധ നന്മകൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ സഹായ സഹകരണങ്ങളും പിന്തുണയും എപ്പോഴും ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. എന്നാൽ അവരുടെ ഈ കരുതൽ ഇവിടെയും തീരുന്നില്ല. ഇനി മുതൽ എല്ലാ മാസവും പട്ടാഴിയിലെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അർഹതപ്പെട്ട ഓരോ നിർധന കുടുംബത്തിനു വേണ്ട സഹായങ്ങൾ ഞങ്ങൾ എത്തിക്കും എന്ന വലിയൊരു ഉറപ്പോടെയാണ് ആ ചടങ്ങിന് ശേഷം അവർ വീണ്ടും വണ്ടിയുടെ സ്റ്റിയറിംഗ് കയ്യിലെടുത്തത്. ഇന്ന് പട്ടാഴിയുടെ മണ്ണിലൂടെ ആ ഓട്ടോറിക്ഷകൾ കടന്നു പോകുമ്പോൾ ഓരോ നാട്ടുകാരും അഭിമാനത്തോടെ പറയും, അത് വെറും ഓട്ടോയല്ല, വർഷങ്ങളായി ഈ നാടിന്റെ സ്പന്ദനമറിഞ്ഞ കൂടെയുള്ള നമ്മുടെ സ്വന്തം ചേട്ടന്മാരാണെന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്നും അനീഷ് കോളൂർ. ഞങ്ങൾ വാക്ക് കൊടുക്കുകയും അതിന് പ്രകാരം ഞങ്ങൾ നല്ലവരായ നാട്ടുകാരും മറ്റ് നല്ലവരായ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റിലെ അംഗങ്ങൾ അല്ലാത്തവര് എല്ലാവരോടും ചേർന്ന് ഒരു തുക പിരിക്കുവാനും ഞങ്ങൾ അത് സ്വരൂപിച്ച് ആ അമ്മയെ ഏൽപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. അതനുസരിച്ചാണ് ഈ യോഗം ഇവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഈ പട്ടാഴി പഞ്ചായത്തിലെ ഓരോ വാർഡ് മെമ്പർമാരോടും സഹകരിച്ച് ആ വാർഡില് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലുള്ളവർക്ക് ഞങ്ങൾ ഓരോ മാസം ഒരു കിറ്റും അതുപോലെ തന്നെ പച്ചക്കറി കിറ്റും കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും വാർഡ് മെമ്പറും അതിന് മുൻകൈ എടുത്ത് ഞങ്ങളോട് സഹകരിക്കണം.
എന്നൊരു അഭ്യർത്ഥന ഈ സമയത്ത് ഞങ്ങൾ വെക്കുകയാണ്. പട്ടാഴി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തൊട്ട് അടുത്ത് തന്നെ ഇതുപോലെ ഒരു നല്ലൊരു പ്രവർത്തനം, അതായത് അന്ന് മികവാർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തില് അവരുടെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയൊക്കെ അവർക്ക് നല്ല പ്രോത്സാഹനം നടത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പം അവരെ ചികിത്സാ സഹായ വിതരണവും ഭക്ഷണ കിറ്റ് വിതരണവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സ്ഥിര വരുമാനമില്ലാത്ത അവസ്ഥയാണ്. ഓരോ ദിവസവും ഇറങ്ങി വരുമ്പോഴേ അവർക്ക് കിട്ടുന്ന തുച്ഛമായ അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അവര് കണ്ടെത്തുന്ന തുകയിൽ നിന്നുമാണ് ഒരു വിഭാഗം ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. തീർച്ചയായും വളരെ അഭിനന്ദനമായ ഒരു പ്രവർത്തനമാണ് അവരെ നേതൃത്വം കൊടുക്കുന്നത്. അതിനുവേണ്ടി അവരോടൊപ്പം സഹകരിക്കുന്ന അംഗങ്ങളെ ഇത്തരുണത്തിലെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പൊ ധാരാളമായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ധാരാളം ആൾക്കാരുള്ള ഈ കാലഘട്ടത്തില് തീർച്ചയായും തുച്ഛമായ വരുമാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പുലർത്തേണ്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വിഹിതമാണ് നമ്മുടെ നിർധനരായവരും അതുപോലെ തന്നെ രോഗികളായവരെയും ഒക്കെ സഹായിക്കാനായി മുന്നിട്ടിറക്കിയിരിക്കുന്നത്. തീർച്ചയായും വളരെയധികം അഭിനന്ദനാർഹമാണ്. അവരുടെ ആത്മാർത്ഥത, ദൈവാനുഗ്രഹം ആ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഒക്കെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല നാടിനും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കരുത്തും ഊർജവും അവർക്ക് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എല്ലാ ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓടുമ്പോഴും എങ്ങനെയാ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം എങ്ങനെ തള്ളി നീക്കണം എന്ന് നമ്മൾ ഉള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ എല്ലാവരും. അന്നേരം അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു സമയത്തും നിങ്ങൾക്ക് കിട്ടുന്ന ആ ചെറിയൊരു തുകകള് സ്വരൂപിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്കൊരു ചെറിയ സഹായം കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ചെറിയ സഹായം അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സഹായം തന്നെയാണ്. ആ മനസ്സ് കാട്ടിയ പ്രത്യേകിച്ചും പട്ടാഴിയിലെ ഓട്ടോറിക്ഷയിലെ എല്ലാ സഹോദരങ്ങളോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതേപോലുള്ള പുണ്യമായിട്ടുള്ള കർമ്മങ്ങൾ ഇനിയും ചെയ്യുവാന് എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഈ കുഞ്ഞിന്റെ അസുഖങ്ങളും പെട്ടെന്ന് സുഖം പ്രാപിക്കുവാനും ഇതേപോലുള്ള മറ്റു വാർഡുകളിലും ഇതേപോലുള്ള ആൾക്കാരെ കണ്ടെത്തി മാസം തോറും ചെയ്യുവാനുള്ള ഒരു സന്മനസ് നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും തടസ്സമില്ലാതെ നടത്തുവാനും നിങ്ങൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫണ്ടിൽ നിന്ന് പിന്നെ എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങള് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ളിൽ ഉള്ളവർക്കല്ല, അവർക്ക് മാത്രമല്ല, പുറത്ത് ഈ കിടന്ന വണ്ടി ഓടുന്നതുകൊണ്ട് തന്നെ പട്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും നിർദ്ധനരായ വ്യക്തികളെ എല്ലാ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അറിയാം. അങ്ങനെ അറിയുമ്പോൾ ഏറ്റവും നിർദ്ധനായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കാണ് ഞങ്ങൾ ഈ ചികിത്സാ സഹായം കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ വാർഷികത്തിൽ ഞങ്ങൾ 4 പേർക്ക് ചികിത്സാ സഹായം കൊടുത്തായിരുന്നു. അതിനു മുമ്പ് ബിരിയാണി ചലഞ്ച് നടത്തി ചികിത്സാ സഹായം കൊടുത്തായിരുന്നു. അതുപോലെ ഇങ്ങനെ ഓരോ സഹായങ്ങൾ കൊടുത്ത് ഒരുപോലെ, അതായത് മറ്റു രാഷ്ട്രീയമോ മറ്റ് എന്തെങ്കിലും വിവേചനമോ ഒന്നുമില്ല, എല്ലാവരും ഒറ്റ മനസ്സോടെ ഒറ്റ ഐക്യത്തോടെ നടത്തുന്നതുകൊണ്ടാണ് ഈ ഒരു ട്രസ്റ്റ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. അതിന് സഹകരിക്കുന്ന ഇന്ദ്രയെ ചികിത്സാ സഹായത്തിന് സഹായിച്ച ഏറെ സുഹൃത്തുക്കളും മറ്റ് തൊഴിലാളികളുണ്ട്. അത് എല്ലാവരോടും നമ്മള്